വാഹനങ്ങളുടെ പഞ്ചർ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശയും ലഹരിയാക്കുന്നു. പശ പ്ലാസ്റ്റിക് കവറിലിട്ട് മൂക്കിൽ വലിച്ചു കയറ്റിയാണ് ലഹരിയുടെ വഴി തേടുന്ന ചില ആളുകൾ. വയനാട് അമ്പലവയലിൽ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളാണ് വിദ്യാർത്ഥികളടക്കം ഇത്തരം ലഹരി ഉപയോഗിക്കാനുള്ള ഇടമാക്കി മാറ്റിയിട്ടുള്ളതെന്നാണ് നമ്മുടെ പ്രതിനിധികൾ മനസ്സിലാക്കുന്നത്. പഞ്ചറൊട്ടിക്കുന്ന പശയാണിത്. വില 15 രൂപ. ഇത് പ്ലാസ്റ്റിക് കവറിലിടും. എന്നിട്ട് വായ്ഭാഗം മുഖത്തോട് ചേർത്ത് വയ്ക്കും. മൂക്കിൽ ഗന്ധമെടുക്കും. ഇതും ഒരു ലഹരിയാണ്. കുട്ടികളാണ് ഇതിന്റെ വഴി തേടുന്നതെന്ന് ഞെട്ടിപ്പിക്കും. ഇത് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത് കണ്ട വയനാട് അമ്പലവയലിലെ വ്യാപാരികൾ പോലീസിനെ അറിയിച്ചു. പോലീസുമായി എത്തിയപ്പോഴേക്കും കുട്ടികൾ കടന്നുകളഞ്ഞു. മാരകമായ രോഗങ്ങൾക്ക് അടിപ്പെടാവുന്ന വസ്തുവാണ് മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നത്. അമ്പലവയൽ നഗരത്തിലെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളാണ് ഇത്തരം സംഘങ്ങളുടെ താവളം. മദ്യപാനത്തിന് പുറമെ ലഹരിയുടെ കേന്ദ്രമാവുന്നുണ്ട് ഇവിടം. പലയിടത്തും ഉപയോഗിച്ച പശയുടെ ട്യൂബുകളും പ്ലാസ്റ്റിക് കൂടുകളും ധാരാളം കാണാം. അമ്പലവയൽ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഷോപ്പിംഗ് കോംപ്ലക്സുകളിലും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ക്വാർട്ടേഴ്സുകളിലും മയക്കുമരുന്ന് ഉപയോഗം വലിയ രൂപത്തിലേക്ക് വർദ്ധിക്കുകയാണ്. ഇപ്പോൾ സൈക്കിളിന് ഒട്ടിക്കുന്ന പശ ഉൾപ്പെടെ വലിച്ച് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പോലീസും എക്സൈസും കർശന നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പുതിയ തലമുറ ഈ മയക്കുമരുന്നിൻ്റെ അടിമകളായി തീരുന്ന അവസ്ഥയാണുള്ളത്. റീജിയണൽ കാർഷിക ഗവേഷണ കേന്ദ്രം, റവന്യൂ വകുപ്പ് എന്നിവയുടെ കെട്ടിടങ്ങളാണ് ഉപയോഗയോഗ്യമല്ലാത്ത വിധത്തിലുള്ളത്. ഇത് പൊളിച്ചു നീക്കാനുള്ള നടപടിയോ പകരം കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള നടപടിയോ ഇല്ലാത്തതാണ് പ്രതിസന്ധി. ആളൊഴിഞ്ഞു കിടക്കുന്നതിനാൽ ലഹരി സംഘങ്ങളുടെ പിടിയിലാണ് ഈ കെട്ടിടങ്ങളെല്ലാം. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.